ഓർക്കുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താ? അമ്മ ഞാൻ PG പഠിച്ച് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കട്ടിലേ കിടക്കുക. അതായത് എനിക്കിപ്പോ വേണ്ടപ്പെട്ട ആൾക്കൊരു ആക്സിഡന്റോ ഒരു മരണമോ ഒന്നും ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പാപ്പൻ മരിച്ച സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കരയുന്നത്. അതല്ലാണ്ട് എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് എന്റെ ചുറ്റും. അപ്പം പെട്ടെന്ന് നമുക്കാണെങ്കിലും വീട്ടിൽ അങ്ങനെ അപകടം ആക്സിഡന്റ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, രോഗങ്ങളൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ഒറ്റയടിക്ക് ഞാൻ അടിച്ചു പൊളിച്ച് കറങ്ങി തിരിച്ചു വരുമ്പോൾ അമ്മ ഇങ്ങനെ ബെഡിൽ കട്ടിലയിൽ കിടക്കുകയാണ്, അമ്മയുടെ വീട്ടിലാണ്. ആ സമയത്ത് കുറേ പേര് ചുറ്റും കാണാനൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയണ്ട ഞാൻ വരുന്നത്. അവിടെ ഇങ്ങനെ കിടക്കുന്ന അമ്മ അവിടെ കിടന്നുകൊണ്ട് ഒരു ചിരിയൊക്കെയാണ്. എന്താ പറ്റിയത് നോക്കുമ്പോൾ അറിയുന്നത് നടുവിന് ഡിസ്ക് ഒക്കെ അകന്ന് ഞരമ്പൊക്കെ കയറി ചുറ്റി ബ്ലോക്കായി, ഇനി അങ്ങോട്ട് കിടപ്പാൻ എണീക്കാൻ പറ്റില്ലെന്ന്. ആ സ്റ്റേജിൽ ഞാനെങ്ങാനും വരുന്നെങ്കിൽ അവിടെ എനിക്കറിയത്തില്ല, തകർന്നു പോയേനെ ഞാൻ. ആ സമയത്ത് അനിയത്തി പാലയിൽ എൻട്രൻസ് പഠിക്കുകയാണ്, ഞാൻ PG കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ എല്ലാരും ചോദിക്കാൻ തുടങ്ങി, ജേർണലിസം ഒക്കെ പഠിക്കാൻ പോയിട്ട് എന്തായി ഇപ്പം, ഭയങ്കര കുറവാണ് സാലറി, എല്ലായിടത്തും ജോലി കിട്ടണമെന്നില്ല, രാവൊന്നും പകലൊന്നില്ലാതെ നടക്കണം, അപ്പളേ പറഞ്ഞില്ലേ BCom പഠിക്കുന്നത്. അപ്പൊ എനിക്ക് പറ്റുന്നില്ലേ പഠിക്കാൻ പറ്റുള്ളൂ, കണക്കറിയാത്ത ഞാൻ പോയി BCom പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ. അപ്പം ആ സമയത്തും അമ്മ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കി ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ ഓക്കെ കൂൾ, ഈ ഒരു സാധനമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ തന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, എന്തെന്നറിയില്ല, എന്ത് വരും എന്ന് നോക്കണ്ട, പോയി ആ മനോരമയിലെ പരിപാടി അറ്റൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു അമ്മ റിയാലിറ്റി ഷോ ആണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഡാൻസ് പാട്ട്. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡാൻസും പാട്ടൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ലല്ലോ, അകപ്പാടെ സംസാരമല്ലേ അറിയത്തുള്ളൂ, അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്, ആങ്കേഴ്സിന് വേണ്ടിയുള്ള റിയാലിറ്റി ഷോ ആണ്, അതിന് പോന്ന് പറഞ്ഞ് അമ്മ വിട്ട ആ ഒരു സമയം, കിടക്കുന്ന കിടപ്പിൽ കിടന്നാലും മോട്ടിവേഷൻ ഒരു കുറവില്ല, ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിച്ച് ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ എത്തി ഇങ്ങനെ നിൽക്കുന്നത്. അത് ഭയങ്കര ഒരു വലിയ, അമ്മേനെ കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ വരുന്നത് ആ കിടക്കുന്ന കിടപ്പിൽ തന്ന മോട്ടിവേഷൻ. കയ്യിലൊരു കൊന്തയും പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം പൊക്കോ. കാരണം ലൈഫിൽ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാരന്റ്സിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാറില്ല. ചിലപ്പം നമ്മൾ പറയുന്നത് കണക്ട് ആവില്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കാറില്ല. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കട്ടൊക്കെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നത്, എനിക്കൊന്ന് അതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ. ഇപ്പം അമ്മയുടെ കേസിൽ അമ്മേനെ ഫുൾ ആ ഒരു വർഷം അമ്മ കിടന്നു, അപ്പോഴൊക്കെ നോക്കിയത് ചാച്ചനാ. ഞങ്ങൾക്ക് വേറെ സേവിങ്സ് ആയിട്ട് അങ്ങനൊന്നും ഇല്ല. ചാച്ചൻ അമ്മേനെ നോക്കി എടുത്തൊക്കെ പൊക്കി മരുന്നൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളതും പറ്റില്ല. അപ്പൊ ചാച്ചൻ എന്നിട്ടാണ് ഓട്ടോ ഓടിക്കാൻ പോകുന്നത്. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ബിജു എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നത്, ഭാര്യയാണ്. അപ്പൻ അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി കണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഇവരിപ്പോഴും മറ്റേ റൊമാൻറ്റിക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പോകുന്ന ആൾക്കാരാണ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങള് 4 പേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രണ്ട്സ് പോലെയാ. ചാച്ചനും ഞാനൊക്കെ എഡാ പോടാ ബന്ധമാണ്. റോഡിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചാച്ചനോട് നിൽക്കാൻ ബിജുക്കുട്ടാ എന്നിങ്ങനെ വിളിച്ചാൽ ഒപ്പന ഉടനെ കൈവക്കി കാണിക്കും. പിന്നെ അയ്യോ മോളും ഒപ്പനും തമ്മിൽ എന്ത് കൂട്ടാ, ആ ഒരു സാധനം. അതുപോലാണ് വീട്ടിലെ ഞങ്ങള് 4 പേരും. ഭയങ്കര എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുപോലെ ഒരു അപ്പനെ അമ്മേനെ കിട്ടിയത്. ഇപ്പൊ അമ്മയെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ചാച്ചനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ചാച്ചൻ എപ്പോഴും ചാച്ച ചാച്ചാന്ന് എല്ലായിടത്തും പറയാറുണ്ട്. അപ്പൊ ഇങ്ങൊരു പെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ചാച്ചന്റെ ഒരു സപ്പോർട്ടും കൂടെ നിൽക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസ് ഇപ്പം ഒരുപാട് സ്വപ്നമായിട്ട് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പം ആദ്യത്തെ അല്ലെങ്കിൽ ഇപ്പം എന്ത് ആളുകൾ പറഞ്ഞാലും അവരുടെ കൂടെയാണ്, അവരെന്ത് പറയുന്നു എന്നായിരിക്കും നമ്മൾ കേട്ടോണ്ടിരിക്കുക. അപ്പൊ തിരിച്ചു വന്നപ്പം ചാച്ചൻ എന്തായിരുന്നു പറഞ്ഞത്? തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് വീട്ടിലേക്ക്, ഞാൻ കോട്ടയത്തേക്ക് പോകുന്ന വിചാരിച്ചു, പിന്നെ വീട്ടിൽ വന്ന് ഇവരെ കാണാം എന്നിട്ട് പോകുന്ന വിചാരിച്ചു. വീട്ടിൽ വരുമ്പം ചാച്ചൻ ഇങ്ങനെ പുറത്ത് ഗേറ്റിന്റെ പുറത്തിറങ്ങി നിൽക്കുക, നിറ കണ്ണുകളുമായിട്ട്. സങ്കടം തോന്നി, പാവം ഭയങ്കര വിഷമിച്ച് നിൽക്കുക, കണ്ണൊക്കെ കരയില്ലേ എന്ന് പറയുമ്പോ പെട്ടെന്ന് വിഷമായി, ഒന്നും മിണ്ടുന്നില്ല, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പനെ ഞങ്ങൾ അങ്ങനെ കരയിപ്പിക്കാറൊന്നും ഇല്ലാത്തതാ പൊതുവെ. അപ്പൊ ചാച്ചൻ ഇങ്ങനെ കരഞ്ഞപ്പം നമ്മള് ഓ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിയപ്പോ പിന്നെ അമ്മയുടെ സാധനങ്ങൾ കളിയാക്കലായിരുന്നു. എന്തായി പോയിട്ട് ഇപ്പോഴെങ്കിലും വരണ്ടെന്ന് പറഞ്ഞല്ലേ, എന്തിനാ വന്നേ, ആ ഒരു സാധനമായിരുന്നു. അപ്പോഴും ചാച്ചൻ ഇല്ല സാരമില്ല പോട്ടെ കേട്ടോ. ചാച്ചൻ്റെ അടുത്താണ് എല്ലാരും വന്ന് ചോദിക്കുന്നത്. ഇപ്പം വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പം കുറെ പേര് വന്ന് ഓട്ടോ ഒക്കെ സ്പോട്ട് ചെയ്യും, ചാച്ചനോട് ഒന്ന് മിണ്ട് സംസാരിക്കും, എന്ത് പറ്റി ഞങ്ങളൊക്കെ ആരും പ്രതീക്ഷയില്ലാന്ന് പറയുമ്പോൾ ചാച്ചനാണ് കൂടുതലും പുറത്തു പോകുന്ന കാരണം ആൾക്കാരോട് മറുപടി പറയേണ്ടി വരുന്നത്. അപ്പൊ അത് കാരണം അതിന്റെ വിഷമം ഉണ്ടായിരുന്ന ആൾക്ക്, പക്ഷെ മോട്ടിവേഷനാ, സാരമില്ല പോട്ടെ. ഫുൾ മോട്ടിവേഷൻ ഫാമിലിയാണ്, അവര് മാത്രമല്ല എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ. അത് ആവശ്യത്തിൽ കൂടുതൽ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. എവിടെ തളർന്നു പോയാലും ഇപ്പൊ എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ വന്നിട്ട് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും വീട്ടുകാരത് അംഗീകരിക്കത്തില്ല. എന്നാ അവിടെ പരിസരം പോലും നോക്കത്തില്ല. അവിടെ നിന്ന് എനിക്ക് അടി തരാണ്ട് അടി തരും, വഴക്ക് പറയണേ വഴക്ക് പറയും. പക്ഷെ ശരിയുണ്ട് ന്യായം ഉണ്ടെങ്കിൽ കൂടെ വെക്കും. കിട്ടുന്ന പരിമിതികളിൽ മുന്നോട്ട് വന്ന ഒരാളാ. ഇപ്പം
ഫാമിലിക്ക് വേണ്ടിയിട്ട് പലതും അച്ചീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരിപ്പോഴും ഓർക്കണം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്തൊരു കാര്യം ഏതായിരുന്നു? അയ്യോ, സർപ്രൈസ് അല്ല, എന്റെ വണ്ടി ഞാൻ എടുത്തത് അയ്യോ എന്റെ വലിയ സ്വപ്നമായിരുന്നത്. കാരണം ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പൊ കുഞ്ഞിലെ തൊട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോ എല്ലാരും ഓട്ടോ മാമ എന്നെ വിളിക്കും. എന്നെ എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. കാരണം സ്കൂളിൽ പോയാൽ ഓട്ടോയില്, കോളേജിലും ഫസ്റ്റ് ഇയർ എന്നെ ഒപ്പന ഓട്ടോയിലാണ് കൊണ്ടുപോയി. അപ്പൊ എല്ലായിടത്തും ചാച്ചൻ ഓട്ടോയിൽ, ഒരു കല്യാണം വന്ന ഓട്ടോയിൽ, നമുക്ക് അഭിമാനമുള്ളൂ അതിൽ പോകുന്നതിൽ. പക്ഷെ എങ്കിലും എത്രയൊക്കെ സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും ഓർണമെന്റ്സും നമ്മൾ എല്ലാം ഇട്ട് നമ്മളൊന്ന് സുന്ദരികളായിട്ട് അങ്ങ് പോകുന്ന സമയത്ത് ഇത് പറയും അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കണ്ടില്ലേ, പക്ഷെ നടക്കുന്ന ഓട്ടോയില്ല. ഈ ഒരു സാധനം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ നമ്മളതിന് അതിന്റെ വഴിക്ക് ഇവിടെ അത്രേ ഉള്ളൂ. അപ്പം കുഞ്ഞിലെ തൊട്ട് ഇത് കേട്ടത് കൊണ്ടും നമുക്ക് പിന്നെ എന്തെങ്കിലും, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ എനിക്ക് ചെയ്ത് കാണിക്കണം, എനിക്കിത് ചെയ്യണം എന്നുള്ളത് വാശിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ കാർ എടുക്കുന്ന കാര്യം ചാച്ചനോട് പൈസയൊക്കെ കൂട്ടി. അപ്പൊ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാച്ചന് ഓട്ടോ മേടിച്ചു കൊടുത്തതിന്റെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വീട്ടിലേക്ക് ഒരുപാട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കാർ എൻ്റെ വലിയ സ്വപ്നമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ചാച്ചൻ പറഞ്ഞ് നമുക്ക് അധികം റേറ്റ് ഒന്നും നോക്കണ്ട, ഒരു മീഡിയം ഒരു നോർമൽ കാർ എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല ചാച്ച, എടുക്കുമ്പം ഈ വണ്ടി ലോഞ്ച് ആയ സമയത്ത് ഞാനും എൻ്റെ റേഡിയോയിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചായയൊക്കെ കുടിക്കാൻ പോകുമ്പോൾ കോട്ടയത്ത് ഈ വണ്ടിയുടെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ ഞാൻ പോയി നിന്ന് നോക്കും. അവരുടെ CCTV എടുത്താൽ അറിയാൻ പറ്റും. ഞാൻ അവിടെ പോയി ഒരു നാണം ഇല്ലാണ്ട് അവിടെ പോയി നോക്കിയ വണ്ടി കൊള്ളാലോ, നല്ല ഭംഗി ഇതിന്റെ സൈഡ് കാണുന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാ ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരു സാധനമുണ്ട്, നമുക്കത് എടുക്കാന്ന് പറഞ്ഞിട്ട് കാറ് മേടിക്കുന്നതും സൈൻ ചെയ്യുന്നതും ഭയങ്കര വ്ളോഗും ഇൻസ്റ്റഗ്രാം റീലൊക്കെ ആയിട്ട് ഒരുപാട് ക്യാമറ ഒക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. പക്ഷെ ആ താക്കോല് അപ്പന്റെ കയ്യിലോട്ട് കിട്ടുന്ന മൊമെന്റ് പ്രൗഡായിരുന്നു, ഭയങ്കര പ്രൗഡായിരുന്നു. കരഞ്ഞു പോയി പാവ അവിടെ നിന്നിട്ട്, ഭയങ്കര ഇമോഷണലായി, ഭയങ്കര ഒരു സാധനമാണ്. എനിക്കും അഭിമാനം തോന്നിപ്പോ ഒരു നിമിഷം വീട്ടുകാർക്ക് വേണ്ടി. ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്കതിനകത്ത് നടക്കണ്ട, ചാച്ചനും അമ്മ അതിനകത്തിരുന്ന് പോകുന്നത് കണ്ടാ മതി. അതിപ്പോ കാണുന്നുണ്ട്. ചാച്ചൻ അത് ഇപ്പം വലിയൊരു സ്വപ്നമാണ് സാധിച്ചു കൊടുത്തത്. ചാച്ചൻ എന്താ പറയുക ശരിക്കും ഇമോഷണൽ സൈഡിൽ കഴിഞ്ഞിട്ട്? ഒരു വാക്ക് പറയില്ല നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. പാവങ്ങൾ, അവർക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ എന്നെ പോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അവരുടെ മുഖത്തുന്നുണ്ട് ഭയങ്കര അഭിമാനം. എല്ലാരും ഇങ്ങനെ മോളെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഒരുപാട് പോകാനുണ്ട്, ഞങ്ങൾക്ക് വീടൊക്കെ വെക്കണം. അപ്പൊ എല്ലാ ഉത്തരവാദിത്വം എന്റെ തോളിലാ. പക്ഷെ എങ്കിലും ചാച്ചന് ഭയങ്കര അഭിമാനം, അതാ കണ്ണീന്ന് നമുക്ക് മനസ്സിലാവും ആ നോട്ടത്തിൽ നിന്ന്. പക്ഷെ ഒരു മൂത്ത മകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന് ഇത്രയൊക്കെ നേടിയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന നിലയിൽ ശരിക്കും എന്താ സ്വയം തോന്നുന്ന ഒരു കാര്യം? അയ്യോ, നമ്മളിങ്ങനെ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതായത് നമ്മുടെ നല്ലൊരു പ്രായം, ആ പ്രായത്തിൽ നമുക്ക് ഒരുപാട് ബ്രാൻഡഡ് ഡ്രസ്സ് ഇടണം, ചെരുപ്പിടണം. അങ്ങനെ എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. അതായത് നമുക്ക് ഇതുവരെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കാരണം കുറെ മാല, ഡയമണ്ട്, അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. നമ്മുടെ ഏജിലുള്ള എല്ലാവരും ഫിനാൻഷ്യലി പക്കാ സെറ്റായിട്ടുള്ള ഫ്രണ്ട്സ് ആണ് എനിക്കുള്ളത്. അപ്പൊ അവരൊക്കെ അതിട്ട് കിടക്കുമ്പോൾ ഉള്ളിൽ കൊതിയാ. പക്ഷെ അതെല്ലാം നമ്മളൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട്, ഇപ്പം എനിക്ക് മനോരമയെന്നാണ് ആദ്യമായിട്ട് നല്ലൊരു സാലറി, നല്ലൊരു എമൗണ്ട് കിട്ടുന്നത്. ആ ഒറ്റയടിക്ക് എനിക്ക് ഒരുപാട് സ്വപ്നമായിരുന്നു, അത് വെച്ച് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെയാണ് നമ്മൾ ഒരു മിനിറ്റ് ആലോചിക്കുമ്പോൾ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല, അമ്മ കിടപ്പിലാണ്. അപ്പൊ അപ്പം ഒന്ന് എണീറ്റ് വരുന്ന സമയമുള്ളൂ. അപ്പൊ അപ്പനും പറ്റത്തില്ല ഇതൊക്കെ ചെയ്യാൻ. ചാച്ചനോട് ചാച്ചനും അപ്പനൊക്കെ ഒരാളാണ് കേട്ടോ. അപ്പൊ ഞാനപ്പോ ചാച്ചനോട് പറഞ്ഞു, ചാച്ചാ നമുക്ക് തന്നെ വാഷിംഗ് മെഷീൻ മേടിക്കാൻ. വീട്ടിലേക്ക് ആദ്യമായിട്ട് ഞാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം അതാ. പിന്നെ അങ്ങോട്ട് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, അത് ശരിക്കും ഒരു ബാധ്യതയായിട്ട് എടുത്ത് വെക്കാണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തി ചോദിക്കും, എടി നീ അല്ലേ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത്, നിനക്ക് തന്നെ അത് മേടിച്ചൂടെ, ഇത് മേടിച്ചൂടെ, നീ എന്തിനാ ഇങ്ങനെ? ഞാനിരുന്ന് ചില സമയത്ത് അത് മേടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ പറയും. നീ അങ്ങനെ മേടിക്കുക. പക്ഷെ അപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ടെന്നൊരു തോന്നല. ശരിക്കും അത് ഭയങ്കര ഒരു വലിയ ഫീലിംഗാ. അത് എൻജോയ് ചെയ്താൽ അടിപൊളിയാ. ഇപ്പൊ ഈ ഫിനാൻഷ്യലി കൂടി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ് ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോം. അതിപ്പോ ഫെയിം അല്ല, ഒന്നും ആഗ്രഹിച്ചില്ല, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കൂടെ അത് മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. പൈസയോ ഫെയിമോ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അവിടുന്ന് കിട്ടുന്ന എന്താണോ നമുക്ക് അത് മതി, എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി ഇത്രയധികം ചെയ്യുമ്പോൾ സ്വയം ഒരു കാര്യം നമുക്ക് വേണ്ടി നമ്മളൊന്ന് ചെയ്യണം എന്നൊരു മാറ്റി വെച്ചൊരു സ്വപ്നം ഉണ്ടാവില്ലേ?
ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി ബുള്ളറ്റാ. ആ. അപ്പം ടൂ വീലർ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ ആ ബുള്ളറ്റ് ഓടിക്കുമ്പം എന്റെ കസിൻസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, പറ്റുന്ന വല്ല പണിക്കുമ്പോ നീ അത് ചുമ്മാ ഓടിച്ചു കടന്നതിന്റെ കൊതി തീർക്കാന്നല്ലാണ്ട് നിനക്കത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ ഇതില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഞങ്ങള് ഉടക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കസിൻസ് ആണല്ലോ, ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അതായത് ബുള്ളറ്റ് ഓടിക്കുന്ന ചങ്കത്തി എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞ ട്രോള് സാധനം കിട്ടണം. അപ്പം അതൊക്കെ ഞാൻ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ലാപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ലാപ്പിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ്, എന്റെ ആദ്യത്തെ ജോലി റേഡിയോയിലാണ്. റേഡിയോയിൽ ആദ്യത്തെ സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എന്ത് ചെയ്യും, ചാച്ചനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ഇതിനകത്തൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ബുള്ളറ്റ് മേടിക്കണല്ലോ എന്ന് അന്ന് ഞാൻ വിചാരിച്ച കാര്യം. എല്ലാവർക്കും അറിയാം എനിക്ക് ബുള്ളറ്റ് മേടിക്കണം തന്നെ ആഗ്രഹം. പക്ഷെ ഇത് അന്ന് അവർക്ക് കൊണ്ടേ കൊടുത്തു. ചാച്ചനും അമ്മയും ചെയ്തത് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കസിൻസിനും കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് എല്ലാവരും പള്ളിയിൽ കൊണ്ട് നേർച്ചയിട്ട് ആ പൈസ അത്രയും രൂപ എല്ലാവർക്കും തന്നെ കൊടുത്ത് അതൊരു ഐശ്വര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അത് കൊടുത്ത് എല്ലാവരും ചെന്ന് കണ്ട് പറഞ്ഞിട്ടാ പോരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ പൈസ കൂട്ടിവെച്ച് ഈ സ്വപ്നമായിട്ട് കൂട്ടിവെച്ചാണ് പിന്നെ ഒരുപാട് ആവശ്യങ്ങളായി. ഞാൻ കാർ എടുക്കാൻ കുറച്ച് നാൾ മുൻപ് പോലും, കുറച്ചുകൂടെ മുൻപായാണ് ഞാൻ കാർ എടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് ചാച്ചന്റെ ഓട്ടോ കംപ്ലൈന്റ് ആയി. അപ്പൊ ചാച്ചന് ഓട്ടോ ആണ് ഏറ്റവും അത്യാവശ്യം. അങ്ങനെ അത് മേടിച്ചു കൊടുത്തു. അപ്പോഴും എന്റെ ബുള്ളറ്റ് സ്വപ്നം നീങ്ങി ഇങ്ങനെ ഒരു സൈഡിൽ മാറി നിൽക്കുക. അതെനിക്ക് എടുക്കണം. ഞാൻ എന്റെ കാറിന്റെ നമ്പർ 2505 ആ നമ്പറിൽ തന്നെ ഒരു റോയൽ എൻഫീൽഡ് വരും. 2505 എന്ന് പറഞ്ഞാൽ ഞാൻ മെയ്യിലാ ജനിച്ചത്, മെയ് 25-ാം തീയതി. അപ്പം ഞാൻ കാർ എടുത്തതും മെയ്യിൽ 23-ാം തീയതി.